ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് കളിക്കാൻ പോകുന്നത് സ്കൈ ബ്ലോക്കിൻ്റെ സീരീസ് എപ്പിസോഡ് 1 ആണ്. എന്ന് വെച്ചാൽ 1, 2, 3, 4 അങ്ങനെ കുറേ എപ്പിസോഡ്സ് വരും. അതൊക്കെ നിങ്ങൾ കാണണം. ഞാൻ സുധീർണനെ വരെ ആയാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് മൈൻക്രാഫ്റ്റ് ഗോഡൊന്നും ആവാനുള്ള ഒരു ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ അഡോൺ അണ്ണനാവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. സുധീർണൻ മാറി അഡോൺ അണ്ണനാവാൻ പോവാണ്. സുധീർണൻ അഡോൺ അണ്ണൻ വായിലും കിട്ടുന്നതിൻ്റെ പേര്. എൻ്റെ പേര് വെച്ച് സുധീർണൻ്റെ പേര് സുധീഷ് എന്നല്ലേ, അപ്പോൾ എൻ്റെ പേര് അഡോൺ. അപ്പം ഞാൻ അഡോൺ അണ്ണൻ. ചുമ്മാ ഒരു പേര് ആണെങ്കിൽ അഡോന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പം നമുക്കിന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റിനകത്ത് സ്കൈ ബ്ലോക്ക് സീരീസ് നമ്പർ 1. അപ്പം നമുക്ക് ഇപ്പം അങ്ങ് തുടങ്ങിയേക്കാം. ഇൻട്രോ നമുക്ക് അങ്ങ് വലുതാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ കളി കണ്ടാൽ മതി. അപ്പോൾ ഇൻട്രോ വലുതാക്കാതെ നമുക്ക് നമ്മളുടെ കളിയോട്ട് കിടക്കാം. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയാലോ. അതെ, ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങ് ഓപ്പൺ ചെയ്യുക. ജസ്റ്റിൻ്റെ അകത്തൊരു ഐസ്, ലാവ, പിന്നെ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയാം. ടോർട്ടി ലെഗൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് നോക്കണ്ട. പെട്ടെന്ന് പൊട്ടിച്ചേ. പെട്ടെന്ന് ഓക്കെ. അതുകൊണ്ട് ഇവിടെ മൊത്തം വിശാലമായിരിക്കണം. എനിക്കങ്ങനെയാണ്. ഇതങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ സമാധാനം കൊടുക്കണം. എന്നുവെച്ചിട്ട് എല്ലാം കൊണ്ട് കളയാൻ പറ്റത്തില്ല. അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ടില്ലേ. അങ്ങനെയാണ്. മരമൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സീഡ് നമുക്ക് കിട്ടണം. മരത്തിൻ്റെ സീഡ് എപ്പോൾ കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. അതായത് 10 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ മിക്കവാറും കിട്ടാൻ ചാൻസ് ഉള്ളത്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഞാൻ തുടങ്ങിയപ്പോൾ ഒരു വിഷയമില്ല. ഏത് മാങ്ങാണ്ടി തുറക്കി എന്തിനാണോ വരാൻ തുടങ്ങി. ഇഷ്ടമില്ല. എന്തായാലും ഇതങ്ങ് മുകളിലേക്ക് കിട്ടും. ഇതിൻ്റെ അകത്തോട്ടേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കടുത്ത് അങ്ങ് കയറ്റി വെച്ചേക്കാം. ഇന്ന് നമുക്ക് ആവശ്യം വരും. ഇതൊക്കെ ഫ്ലവറൊക്കെ ഇരിക്കും. ഫ്ലവർ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. സീഡും നമുക്ക് ആവശ്യമാണ് ഫുഡിന്. അപ്പോൾ ഫുഡില്ല, അതാണ് മെയിൻ പ്രശ്നം. എവിടെ നിന്ന് ഉണ്ടാക്കാം? ഞാനിതങ്ങ് പൊട്ടിച്ചിട്ട് എനിക്ക് മറ്റേ ഇത് വേണം. ഇതില്ലെങ്കിൽ എൻ്റെ പേര് കിട്ടി. എൻ്റെ പേരെന്നാ? സാപ്ലിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയാണ്. സാപ്ലിങ് താഴത്ത് പോയി ഒരെണ്ണം ഉണ്ട് അവിടെ. അതൊന്ന് വെച്ചേക്കാം. കയ്യിലോട്ട് ഇത് അടങ്ങാണ്. നമുക്ക് ഉച്ചക്കണി ഭയങ്കര വീഴാൻ നേരിട്ടില്ല. ഇതുകൊണ്ടൊരു ഉപകാരമുണ്ട്. കാണിച്ചില്ല. ആദ്യം ഇതൊക്കെ വെച്ചിട്ട് കാണിച്ചിരുന്നത്. ഇല്ലെങ്കിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ടിരിക്കേണ്ടി വരും. എനിക്ക് വീണ്ടും വേൾഡ് ആദ്യം തൊട്ട് സ്റ്റാർട്ടാക്കേണ്ടി വരും. ഹലോ, ഇത് ഇവിടം വരെ പോകും. നമുക്ക് ഇരുന്നിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ കുഴിയിലോട്ടൊന്നും വീഴത്തില്ല. അതാണ് ഒരു മെയിൻ കാര്യം. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീണിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. രാവിലെ ഐസും മരവും ഈ സ്റ്റിക്കും ഈ ഇരിക്കുന്ന നമ്മൾ ടോർച്ച് ഐശ്വര്യമായിട്ട് ഇവിടെ അങ്ങനെ കുത്തിയാക്കി ഇതിനകത്ത് പൊട്ടത്തരം കാട്ടിക്കഴിഞ്ഞാൽ മെയിൻ കാര്യം നാശമായി പോയിട്ട്. അതുകൊണ്ട് ഇവിടെ ഒന്ന്, ഇവിടെ ഒരു കുഴി, ഇവിടെ ഒന്നോട് പോവുക. എന്നിട്ട് ഇവിടെ ഒരു കുഴി. ഇങ്ങനെ വേണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഐസിനെ പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിയത്തില്ലെങ്കിൽ ഇത് പഠിച്ചിട്ടോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. പ്രത്യേക ഇപ്പം ഞാനൊരു 2 എണ്ണം വേണ്ടപ്പോൾ ബ്ലോക്ക് അതുകൂടെ ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇതും പൊട്ടിക്കാണ്. സോറി, ഇപ്പോഴത്തേക്ക് കൂടെ പൊട്ടിച്ചേക്കാം. വീണ്ടും ഇതങ്ങ് പൊട്ടിച്ചേക്കാം. ഇല്ല, നമുക്ക് പോകുമെന്തോ. അതുകൊണ്ട് നമുക്കെല്ലാം നമ്മളെ കയ്യിലോട്ടേക്ക് മാറ്റിയിട്ട് തന്നെ മാറ്റി വെച്ചേക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീണ്ടും ഉണ്ടാക്കാൻ വയ്യേ. ഇതൊന്നും കിട്ടത്തില്ല പിന്നെ. അതുകൊണ്ട്
ജസ്റ്റ് എങ്ങനെയൊക്കെ താഴോട്ട് പോകാതെ പൊട്ടിച്ചേക്കണം, അല്ലെങ്കിൽ പണി കൂടുതൽ കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് പൊട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കയ്യിലുണ്ട് എന്തായാലും, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇത് ഇവിടെ നിന്നെടുത്ത് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വെക്കാം. ജസ്റ്റ് ഓടിക്കോ, ജസ്റ്റ് ഓടിക്കും. ഇപ്പോൾ പിന്നെ മാറ്റണം തോന്നി കഴിഞ്ഞാൽ മാറ്റിയാൽ മതി. ഇനി ഇതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ കയറ്റാനുള്ള സാധനങ്ങളാണ് ഈ സാപ്ലിങ് വന്നിരിക്കട്ട്. ആവശ്യമില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ ആവശ്യം വരും. എന്നാലും ഇപ്പോഴത്തേക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ആവശ്യമില്ല. അതെ, വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, അത്രേ എനിക്ക് പറയാൻ പറ്റും. എന്നിട്ട് എന്തായാലും ചെയ്യേണ്ടത് നമുക്ക് ചക്കരൂട്ടൻ അതോ എന്നിട്ട് മൊത്തം മതി. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ സ്റ്റിക്ക് ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് എന്നിട്ട് ഇത് രണ്ടെണ്ണം ഇങ്ങോട്ട് പിക്കാക്സ് ഉണ്ടാക്കി. പിന്നെ ഇതിങ്ങോട്ട് വെച്ച് ഇതിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ആക്സ് കിട്ടും. പിന്നെ അത് മതി. ഇനി ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തീർന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോൾ അത് സേഫായിട്ട് എടുത്ത് വെക്കേണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും ഇതെടുത്ത് അങ്ങ് ജസ്റ്റിൻ്റെ അതൊരു അങ്ങ് കറക്കിപ്പെട്ടി അങ്ങ് എടുത്ത് വെച്ചിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാവ ഇവിടെ ബക്കറ്റ് ആവശ്യമുള്ളതാണ്. ബക്കറ്റ് എടുത്ത് വെക്കണം. ഈ ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത് ഇൻട്രോ എടുത്തപ്പോൾ തന്നെ ഇത്രയും സമയം മുന്നേ ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എങ്ങനെയൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ഈ ഐസ് വന്നിട്ട് ഈ ലാവ് വന്നിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും. ഐസ് വന്നിട്ട് നമ്മൾ എന്താ കാട്ടേണ്ടത്, ഇവിടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ അത് പൊട്ട് അത് വെള്ളമാകും ഗൈസ്. അത് വെള്ളമായി കഴിഞ്ഞാൽ എന്താണ് ഓക്കെ, വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ കോബിൾ സ്റ്റോൺ. ഇതിൻ്റെ പേരാണ് കോബിൾ സ്റ്റോൺ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞു തന്നിരിക്കുന്നു. കോബിൾ സ്റ്റോൺ എന്നാണ് ഇതിൻ്റെ പേര്. അതുതന്നെയാണ് അതിനൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കേണ്ടതാണ്. എനിക്കറിയില്ല വ്യത്യാസം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഷിറ്റ്, രണ്ടെണ്ണം അവിടെ. കുഴപ്പമില്ല, നമുക്കത് ഉണ്ടാക്കിയാൽ പോലെ. മൊത്തം ഇങ്ങോട്ട് ചക്കരയില്ല. ഇനി ഞാൻ വരത്തില്ല. ഇനി എനിക്ക് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് പിടിച്ചോണ്ടിരുന്ന എന്താവും, നടക്കൂല. അപ്പോൾ ഒരു ട്രാപ്പ് ഡോറും കൂടെ ഉണ്ടാക്കേണ്ട ആവശ്യം നമുക്കിവിടെ ഉണ്ട്. അയ്യോ, ട്രാപ്പ് ഡോറിന് എത്ര വുഡ് വേണം നോക്കിയിട്ട് ആ വുഡ് മാത്രം ഞാൻ കളക്ട് ചെയ്തോളാം. ട്രാപ്പ് ഡോറല്ലേ നമ്മുടെ സുഖിയാണ്ണം വെച്ചത്. ട്രാപ്പ് ഡോർ തന്നെ ആയിരിക്കുമല്ലേ? അവിടെ ട്രാപ്പ് ഡോർ. പിന്നെ 6 പീസ് വുഡ് വേണം ഗൈസ്. അപ്പോൾ 6 നമുക്കിത് എടുത്താൽ മതി. 6 വുഡ് പോയി കിട്ടും. അത് കരിഞ്ഞെങ്ങാനും പോയി കഴിഞ്ഞാൽ അയ്യോ 2 ട്രാപ്പ് ഡോർ ഒന്ന് മാത്രം ഉണ്ടാക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, 2 എനിക്കെന്ത് കാട്ടിയാൽ പോരെ. ഇവിടെ നിന്ന് ഇവിടെ അങ്ങ് ഇതാക്കി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുക, കുഞ്ഞിരിക്കുക, അങ്ങ് മൈൻ ചെയ്യുക. അത് ട്രാപ്പ് വെച്ചുകൊണ്ട് പൊട്ടത്തില്ല. മൈൻ ചെയ്യുക. ഇങ്ങനെ തന്നെ അങ്ങ് പിടിച്ചുകൊണ്ടങ്ങിരുന്നാൽ മതി. അപ്പം ഞാനൊരു സ്റ്റാക്ക് കാണാം ഗൈസ്. അതുവരെ നിങ്ങൾ വല്ല റീലൊന്നും തോന്നേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിനകത്തങ്ങ് ഷോർട്ടായി കളയും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതെന്തിനാ കഷ്ടറിയോ ഇങ്ങനത്തെ ഒരു പരിപാടി. 8 കിട്ടി, 9 കിട്ടി ഗൈസ്. അപ്പോൾ 10 കിട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നു പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും.
അപ്പം ഞാൻ ഒരു സ്റ്റാക്ക് 1.5 സ്റ്റാക്ക് ഞാൻ കോബിൾ സ്റ്റോൺ കളക്ട് 1.5 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, 3 കൂടി പോയി ഞാൻ എന്തായാലും ഡൗൺ ആയിട്ട് നോക്കാം. എന്തായാലും എനിക്കാണെങ്കിൽ ചങ്ക് ഒന്നും കൂട്ടാൻ പറ്റത്തില്ല. ചങ്ക്സ് കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അടുത്തൊന്നൊരു വീണ്ടും പോലും കാണില്ല. അത് മഴയൊരു വഴിയില്ല. മഴയിനെ നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഈ സമയം നടക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ടും കാര്യമില്ല, ഒന്നും നടക്കില്ല. അപ്പോൾ മഴയിൽ തന്നെ നമ്മളുടെ ബാക്കി ശർമ്മം 1.5 സ്റ്റാക്ക് ആയ സ്ഥിതിക്ക് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോംബീസൊക്കെ സ്പോണും. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പറയാൻ മറന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വുഡെന്ന് മാറ്റി ഇപ്പോൾ സ്റ്റോണിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. ആയുധങ്ങളൊക്കെ സ്റ്റോണിലോട്ടേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ അകത്തോട്ടേക്ക് കയറ്റി വെച്ചേക്കാം. മഡിനകത്ത് ഏറ്റവും റെയറാണ് പറയുന്നത്. കോബിൾ സ്റ്റോണിനകത്ത് തന്നെ ഇരിക്കട്ടെ. ട്രാപ്പർ അത് പിടിച്ചിട്ട് ഇതും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ളതാണ്. ഇന്നലെ അകത്ത് തന്നെ ഇട്ടിട്ട് ഇപ്പോൾ കയ്യിൽ നിന്ന് എങ്ങനെ പോയി കഴിഞ്ഞാൽ പണിയാവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അത് എടുത്ത് വെക്കുന്നില്ല. മഴ പോയി ഗൈസ്, മഴ പോയി. അതൊക്കെ ഒന്നുമില്ല. ഇത് തോന്നാ ഡേയ്സ് പ്ലേഡ് 12. അതെങ്ങനെ ശരിയാവും? ഞാൻ ഇപ്പോൾ ആദ്യത്തെ ദിവസമല്ലേ കളിക്കുന്നത്, പിന്നെ എങ്ങനെ 12 ദിവസമായേ? ഇതൊക്കെ പൊട്ടത്തരാ കേട്ടോ ഗൈസ്, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പൊസിഷൻ മാത്രം കറക്റ്റാണ്, ബാക്കി എല്ലാം പൊട്ടത്തരാ. ഡേയ്സ് പ്ലേഡ് 12 എങ്ങനെ? ഇനി ഞാൻ ചിലപ്പോൾ അങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ എനിക്ക് ഇന്നൊരു അറിവില്ലല്ലോ, ഞാൻ എപ്പോഴും ഇതൊക്കെ ഇങ്ങനെ ഓണാക്കി വെച്ചെന്ന്. ഇതിനൊക്കെ ആവും എന്തായാലും ഇത് ഞാൻ ഉണ്ടാക്കാം. കോബിൾ സ്റ്റോൺ സ്ലാബ് കുറേ ഉണ്ടാക്കി വെച്ചാൽ ഒരു സ്റ്റാക്കിന് മുകളിൽ കിട്ടും നമുക്ക്. മെല്ലെ നിൽക്കണോ? ഓക്കെ ഗൈസ്, ഇപ്പോഴും വന്നിട്ടുണ്ടോ? പ്രശ്നമാണല്ലോ. ഓക്കെ ഇനിയും കിട്ടാണ്ട്. ഓക്കെ, ഒരു 3 എണ്ണം നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ. 4 എണ്ണം കയ്യിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താ കാരണംന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ട്രീ ഫാം ഇമ്പ്രൂവ് ചെയ്താലോ. എന്തായാലും ഈ വീഡിയോ എത്ര ഉണ്ടാവുള്ളൂ, ചെറിയ വീഡിയോ നോക്കാം. ഈ ട്രീ ഫാം കുറച്ചങ്ങ് വലുതാക്കിയൊക്കെ ഗൈസ്. ഇരിക്കട്ടെ. ഓക്കെ, സ്ലാബ് ഇവിടെ 1 2 ഇവിടെ 1, അയ്യോ ഇവിടെ 1. ഓക്കെ, എന്നിട്ട് ഇവിടെ 1, അവിടെ 1, ഇവിടെ 1, പിന്നെ ഇവിടെ 1. അപ്പോൾ അവിടെ 1-നുള്ളതായി. ഇനി ഇവിടെ 1, ഇനി ഇങ്ങോട്ടേക്ക് 1, ഇവിടെ 1, വേണ്ട, ഇവിടെ 1, വേണ്ട, ഇവിടെ 1, അവിടെ 1, പിന്നെ വേണ്ടത് ഇതിൻ്റെ ഇവിടെ 1, ഇവിടെ 1. അപ്പം 4 എണ്ണം നടാനുള്ളത്. ഇപ്പം 4 ബ്ലോക്ക് ഞാൻ എവിടെ നിന്ന് കുഴിക്കും എന്നുള്ളത് ആരും വരുന്നു. അപ്പം നമുക്ക് നമ്മളുടെ ജൂജുബി പരിപാടികൾ മരം നട്ട സ്ഥലത്തിൻ്റെ തൊട്ട് മുമ്പിലായി നമുക്ക് 3 എണ്ണം സ്പീഡ് കൂടുന്നതായിരിക്കും. ഇവിടെ ഓട്ടോയിലെന്തോ ഓക്കെ 3 ബ്ലോക്ക് ഉണ്ട് ഗൈസ്. അപ്പോൾ 3 എണ്ണം നമുക്കങ്ങ് ചെക്കെടുത്ത് നമ്മുടെ ചെക്കിൻ്റെ അകത്ത് ഒരെണ്ണം കൂടെ ഇരിക്കുന്നുണ്ട്. അതും കൂടെ അങ്ങ് എടുത്താൽ കറക്റ്റ് 4 എണ്ണമാവും. ആ 4 എണ്ണം കൊണ്ട് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ഓക്കെ ഒരു ഇതും കാണുള്ളൂ. അതുണ്ട് കറക്റ്റ് സാപ്ലിംഗ് കൊണ്ട് കറക്റ്റ് സാൻഡ് എന്ന് പറയുന്നത്. ഡേർട്ടും ഉണ്ട് ഗൈസ്. അപ്പോൾ ഡേർട്ടും ഇതും കൂടെ അങ്ങ് മുക്കാൽ നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നു. എന്തായാലും അയ്യോ അമ്മേ, നമ്മളുടെ ആദ്യത്തെ മരണം അതാ നടന്നിരിക്കുന്നു. അതും
എൻ്റെ ബ്ലോക്ക് മൊത്തം കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു ഗൈസ്. കുഴപ്പമില്ല, ബ്ലോക്കല്ലേ പോകുള്ളൂ, ഡയമണ്ട് ഒന്നും പോയില്ലല്ലോ. ഡയമണ്ട് ഉണ്ടായല്ലേ. അവസാനമായപ്പോൾ വീണ്ടും പണി തന്നിരിക്കുന്നു. അത് എപ്പോഴുള്ള നമ്മളൊന്നും മര്യാദയ്ക്ക് കളിക്കാൻ അവസാനം സമ്മതിക്കത്തില്ലല്ലോ. പക്ഷെ ഞാനത് വിട്ടു കൊടുക്കത്തില്ല. നമ്മൾ സുധിയണ്ണനല്ലല്ലോ, പക്ഷേ പുതിയ അണ്ണൻ അടോണണ്ണനല്ലേ. എന്ത് ചെയ്യാൻ, വീണ്ടും നാട്ടുമില്ലേ, എനിക്ക് വയ്യ. ഓക്കെ, പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടി ഇല്ലായിക്കൊന്നുമില്ല, ചെറിയൊരു പേടിയുണ്ട്. എന്ത് ചെയ്യാനാ, എൻ്റെ അവസ്ഥ ഇതായി പോയില്ലേ ഗൈസ്, എന്ത് ചെയ്യും. ഒരു 10 എണ്ണം കൂടെ മൈൻഡ് ചെയ്ത് എടുത്തിട്ടെ, കുറച്ചും കൂടെ വലുതാക്കാൻ വേണ്ടിയുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിനകത്ത് എല്ലാ ദിവസം വരുന്നു എനിക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിനകത്ത് ഞാൻ വന്നിട്ട് എന്താ കാട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ബ്രിഡ്ജ് ചെയ്ത് അങ്ങോട്ട് പോകാനുണ്ട്. സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഞാൻ ഓഫ് ക്യാമറയിനകത്തൊന്ന് കുറച്ച് ബ്രിഡ്ജ് ചെയ്ത് നോക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ക്യാമറ ഓഫാക്കിയ ശേഷമാണ് പിന്നെ ഞാൻ നാളെ വേറെ വീടുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാം എന്താണ് ഞാൻ ചെയ്തതെന്നൊക്കെ. എന്തായാലും ഈ സാധനം ഒന്ന് ഞാൻ മൈൻഡ് ചെയ്ത് എടുക്കട്ടെ. ഇത്രയും നേരം മൈൻഡ് ചെയ്തൊക്കെ താഴോട്ടേക്ക് പോയി. ഇതാണ് പ്രശ്നം. എന്താ സ്കൈ ബ്ലോക്കിൻ്റെ ഒറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ പ്രശ്നം. എന്താ വെച്ചാൽ എപ്പോൾ നോക്കിയാലും ഉള്ളൊരു പ്രശ്നം. ഞാൻ എന്ത് കളിച്ചാലും അതിനകത്ത് ഞാൻ ആദ്യത്തെ ഇതിനകത്ത് ചത്തിരിക്കും, ഉറപ്പാണ്. എന്താണെന്ന് എനിക്കറിഞ്ഞത് ഗൈസ്. അപ്പോൾ എന്തായാലും സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അരസ്റ്റാക്ക് കഴിഞ്ഞല്ലോ. അരസ്റ്റാക്ക് കിട്ടിയോ നമുക്ക്? ഇത് മതി എന്തായാലും ഒരു സ്റ്റാക്ക് മറ്റേ ഇതുണ്ടാക്കാൻ. ഓക്കെ, ഇത് തന്നെ ധാരാളം. എനിക്ക് കഴിഞ്ഞിപ്പോൾ ഉള്ളതും പോകാൻ. ഓക്കെ, ജസ്റ്റ് പോവുക, അങ്ങ് ഉണ്ടാക്കുക. ഒരു സ്റ്റാക്കല്ല, ഇതിനും കൂടുതൽ കിട്ടും നമുക്ക്. 1.5 സ്റ്റാക്ക് കിട്ടില്ല, 20 സ്റ്റാക്ക് കിട്ടാൻ ചാൻസ് 20 8 കിട്ടുള്ളൂ. കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇതങ്ങ് വെച്ച് അങ്ങ് കുറച്ചും കൂടെ അങ്ങ് വലുതാക്കിയേക്കാം. അപ്പോൾ നമ്മളിവിടെ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. എന്തായാലും ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നൊന്നും കൂടെ ഒന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ പറ ഗൈസ്, നിങ്ങളൊന്നും പറയാം ഞാൻ എന്തായാലും ചെയ്തതെന്ന്. ഇല്ല വേണ്ട, ഞാൻ ഒറ്റൊരു പ്രാവശ്യത്തേക്ക് പറഞ്ഞുതരാം. ചന്ദ്രൻ്റെ ഒരു എൻ്റെ പെണ്ണോ. ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ എന്തുണ്ടാക്കാനാണ്? ജസ്റ്റ് ഓപ്പൺ ചെയ്തു, അതിനകത്തുനിന്ന് ഐസ് എടുത്തു, ലാവ എടുത്തു. ലാവ ഐസ് ഇങ്ങനെ ഇട്ട് കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി. ആ ജനറേറ്റർ ഉണ്ടാക്കിയതിനേക്കാട്ടും മുന്നെയാണ് മരം മുട്ടിയെടുത്തിട്ട് അതും കൊണ്ടാണ് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. ക്രാഫ്റ്റിംഗ് ടേബിളും കൊണ്ടാണ് നമ്മൾ എൻ്റെ പിന്നെ പ്ലാങ്ക് ഉണ്ടാക്കി. പ്ലാങ്ക് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കിയത്. ആയുധം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പിക്കാക്സ് ഉണ്ടാക്കി, മൈൻ ചെയ്തെടുത്ത് പിന്നെ സ്റ്റോണിലോട്ടേക്ക് മാറി. എന്നിട്ട് ഇവിടെ വന്ന് നമ്മളൊരു ട്രീ ഫാർം ഉണ്ടാക്കി. അപ്പോൾ തന്നെ ഒരു മരണവും സംഭവിച്ചു. അതാണ് ഇന്നത്തെ ഒരു കളി എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ ഒരു ഓട്ട ഉണ്ടാക്കി. ഇവിടെ എൻ്റെ പിന്നെ എന്തോ മറ്റേ ട്രാപ്പ് ഡോറും വെച്ച് നമ്മളുടെ കുഴീൻ്റെ അകത്ത് കയറിയിരുന്നു. ഞാൻ കുറേ കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്തൊക്കെ താഴോട്ടേക്ക് അങ്ങ് കൊണ്ടുപോയി. അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ എനിക്കൊന്ന് ബ്രിഡ്ജ് ചെയ്ത് ഈ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ്ട് ഗൈസ്. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും എനിക്ക് കുറച്ച് നേരമായി, നിങ്ങൾ കാണുമ്പോൾ എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ അത്രേ ഉള്ളൂ പോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ. ഇനി നാളെ വൈകിട്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വെച്ച് കാണാം.